ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് യൂണിറ്റ് 3 വ്യക്തിത്വത്തിലെ കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കാം. 1. പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുഖം മൂടി. പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മുഖം മൂടി. 2. ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് നിർവചിച്ചത് ആര്? GW ആൾപോർട്ട്. ഇത് പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ വ്യക്തിത്വത്തിനെ പറ്റി ചോദിച്ച ഏത് ചോദ്യത്തിൽ നമുക്കൊരു ഫ്രണ്ട് പോർഷനിൽ അത് എഴുതി വയ്ക്കാം. കാരണം അത് എഴുതി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ ഐഡിയയെ പറ്റി നല്ലൊരു ഐഡിയ ആ വിഷയത്തിനെ പറ്റി ഉണ്ടെന്ന് വായിക്കുന്ന ആളിന് മനസ്സിലാവും. നന്നായിട്ട് മാർക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ല ഡെഫിനേഷനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഡെഫിനേഷൻസ് ഉണ്ടായാലും ഏറ്റവും നല്ലൊരു ഡെഫിനേഷനാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഒരു 5 പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ സാധനം നമുക്കിങ്ങനെ മനസ്സിൽ കിട്ടും കേട്ടോ. ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് നിർവചിച്ചതാര്? GW ആൾപോർട്ട്. 3. സവിശേഷക സമീപനത്തിൻ്റെ ട്രയറ്റ് അപ്രോച്ചിൻ്റെ വക്താവാര്? GW ആൾപോർട്ട്. 4. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് സവിശേഷകം. അപ്പോൾ നിങ്ങൾക്ക് സവിശേഷക സമീപനം ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു പോയിൻ്റാണത്. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് അങ്ങനെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. അതിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണം, നമ്മുടെ ബ്രെയിനിലുള്ള അതിൻ്റെ ആക്ടിവിറ്റി, ആ ആന്തരിക സവിശേഷ ഗുണത്തിനെ ആൾപോർട്ട് വിളിച്ച പേരാണ് ട്രയറ്റ് അഥവാ സവിശേഷകം. 5-ാമത്തെ ചോദ്യം, സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? സവിശേഷക സമീപനത്തിൻ്റെ വക്താവ് ആരെന്ന് ചോദിച്ചാലും സവിശേഷക മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാലും ആൾപോർട്ട് തന്നെയാണ്. അതിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട. 6-ാമത്തെ ചോദ്യം, മാനവികതാ സമീപനം മുന്നോട്ട് വെച്ചത് ആരാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് മുന്നോട്ട് വെച്ചത് ആരാണ്? എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. നമ്മുടെ ടെക്സ്റ്റ് ബേസിലാണ് പറയുന്നത്. എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. 7-ാമത്തെ ചോദ്യം, പേഴ്സണൽ ഡിസ്പോസിഷൻ തിയറി ആരുടേതാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അത് പലരും കണ്ടു കാണത്തില്ല. പേഴ്സണൽ ഡിസ്പോസിഷൻ തിയറി ആരുടേതാണ്? ആൾപോർട്ടിൻ്റെ തിയറിയാണ്. GW ആൾപോർട്ടിൻ്റെ തന്നെ ഒരു തിയറിയാണ് പേഴ്സണൽ ഡിസ്പോസിഷൻ തിയറി. 8-ാമത്തെ ചോദ്യം, പേഴ്സൺ സെൻറ്റേർഡ് തിയറി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കാൾ റോജേഴ്സ് ആണ്. പേഴ്സൺ സെൻറ്റേർഡ് തിയറി അഥവാ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? കാൾ റോജേഴ്സ്. 9. ആവശ്യങ്ങളുടെ ശ്രേണി ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് ആരാണ്? മാസ്ലോയാണ്. എബ്രഹാം മാസ്ലോയാണ് ആവശ്യങ്ങളുടെ ശ്രേണി അവതരിപ്പിച്ചത്. നിശ്ചയമായിട്ട് അതിനകത്ത് നിന്ന് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനോ അല്ലാണ്ട് ജനറൽ ക്വസ്റ്റ്യനോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു ത്രികോണാകൃതിയിലുള്ള സാധനം വരച്ച് തന്നെ പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ, എബ്രഹാം മാസ്ലോയാണ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും താഴെ വരുന്ന ഏതാണ്? ശാരീരിക ആവശ്യം, അതിന് മുകളിൽ സുരക്ഷിതത്വം, പിന്നെ സ്നേഹം, ആദരം, ഏറ്റവും മുകളിൽ ആത്മസാക്ഷാത്കാരം. പിന്നെ 2 എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. പിന്നീട് സൗന്ദര്യാത്മക ആവശ്യങ്ങളും അതുപോലെ വൈജ്ഞാനിക ആവശ്യങ്ങളും പിന്നീട് 2 എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. 10-ാമത്തെ ചോദ്യം, തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ആരുടേതാണ്? തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എബ്രഹാം മാസ്ലോവിൻ്റെ തിയറിയാണ്. എബ്രഹാം മാസ്ലോവിൻ്റെ തന്നെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലാണ്ട് വേറെ തിയറിയാണ് തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും മുകളിൽ വരുന്ന ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാം. തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എബ്രഹാം മാസ്ലോ. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജൂലിയൻ ഹക്സ്ലി. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജൂലിയൻ ഹക്സ്ലി. 12. ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണ് ഡാഷ്. തന്നെ പറ്റി വിലയിരുത്തുന്നതിലൂടെ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന സ്വയം മതിപ്പിനെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ കൊള്ളാം എന്നിങ്ങനെ നമ്മൾ സ്വയം മതിപ്പ് ഉണ്ടാക്കിയെടുക്കുമല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആത്മാദരം. ഓക്കെ, ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയാം. 13. സെൽഫ് എസ്റ്റീം സ്കെയിലിന് ഉദാഹരണങ്ങൾ ഏത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ചോദിക്കും അത്. സെൽഫ് എസ്റ്റീം സ്കെയിലിന് ഒരു ഉദാഹരണമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് പേര് പഠിച്ചു വെച്ചേക്കുക. റോസൻബെർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ. ചിലപ്പോൾ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, റോസൻബെർഗ് സ്കെയിൽ ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. റോസൻബെർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ. 14. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സൈക്കോ അനാലിസിസ് തിയറിയുടെ അതിൻ്റെ വക്താവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. 15. നാക്കുപിഴ
ഡാഷിൻ്റെ സ്വാധീനം കൊണ്ടാണ്. നാക്കുപിഴ, നമ്മൾ അറിയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വായിൽ നിന്ന് വീഴ്ന്നു പോകും, അതിനെ നമ്മൾ നാക്കുപിഴ എന്ന് പറയാം. ആ നാക്കുപിഴ എന്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്? നമ്മൾ ബോധപൂർവ്വം പറയാൻ ആലോചിച്ചതല്ല, അത് നമ്മൾ സംസാരത്തിലൂടെ പറയും, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയും. എന്നാൽ എന്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നാക്കുപിഴ ഉണ്ടാകുന്നത്? അത് അബോധ മനസ്സിൻ്റെ സ്വാധീനം കൊണ്ടാണ്. 16. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയാണ് ഡാഷ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരം വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണി എന്നറിയപ്പെടുന്ന ഭാഗമാണ് അബോധ മനസ്സ്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണി. അതുപോലെ 17ാമത്തെ ചോദ്യം, സുഖതത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടന ഏതാണ്? ഇത് പിന്നെ ഈഗോ, സൂപ്പർ ഈഗോ, അതും ഓർത്ത് വെച്ചേക്കണം. അതുപോലെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അതും പ്രത്യേകം തന്നെ ഓർത്ത് വെച്ചേക്കണം. സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടനയാണ് ഇത്. 18ാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അത് ഈഗോയാണ്, അല്ലെങ്കിൽ അഹം എന്നെഴുതാം. അപ്പോൾ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് നമുക്ക് മൂന്നിനും ഓരോ പ്രിൻസിപ്പിളുണ്ട്. അതിനകത്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇതാണ്. യാഥാർത്ഥ്യബോധ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അഹം അല്ലെങ്കിൽ ഈഗോയാണ്. സാൻമാർഗിക തത്വം, ഒരു മൊറൈൽ സ്റ്റേജിൽ വരുന്നത് അത്യഹം, സൂപ്പർ ഈഗോയാണ്. സുഖതത്വം ഇത്, യാഥാർത്ഥ്യബോധ തത്വം അഹം, സാൻമാർഗിക തത്വം അത്യഹം. ഓക്കെ. 20. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജ്ജത്തെ ഫ്രോയിഡ് എന്ത് പേരിലാണ് വിളിച്ചത്? അദ്ദേഹത്തിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം പറയുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജ്ജത്തെ ഫ്രോയിഡ് വിളിച്ച ഒരു പേരുണ്ട്. ആ പേരാണ് ലിബിഡോ. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജ്ജത്തെ ഫ്രോയിഡ് വിളിച്ച പേരാണ് ലിബിഡോ. 2 തരത്തിലുള്ള ലിബിഡോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇറോസും താനറ്റോസും. മറന്നു പോകരുത്, ഇറോസും താനറ്റോസും. ലിബിഡോ 2 തരത്തിലുണ്ട്. ഒന്ന് ലൈംഗിക ത്വര, ഇറോസ്, നമ്മളിങ്ങനെ പറയാറുണ്ട് എറോജനസ് സോൺസ് എന്നും അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഓർത്തിച്ചാൽ ഇറോസ് എന്ന് വെച്ചാൽ ലൈംഗിക, സെക്സുമായി ബന്ധപ്പെട്ട ലൈംഗിക ത്വരയാണ്, സെക്ഷൽ ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇറോസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഊർജ്ജത്തിൻ്റെ പേരാണ് മരണവാസന താനറ്റോസ്. താനറ്റോസ്. നിങ്ങൾ അവഞ്ചേഴ്സൊക്കെ കാണുമ്പോൾ താനോസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നല്ല വയലറ്റ് കളറിലൊക്കെ ഉള്ള ഒരാളിനെ, ഹൾക്ക് പോലെ ഇരിക്കുന്ന ഒരാളിനെ അറിയാമല്ലോ, കയ്യിൽ 5 മോതിരമൊക്കെ ഇട്ടുന്ന. അപ്പോൾ താനോസ് എന്ന് വെച്ചാൽ നല്ല അക്രമകാരിയല്ലേ. അപ്പം മരണവാസന, അക്രമം മരണമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം 2 തരത്തിലുള്ള ലിബിഡോയാണുള്ളത്. ഒന്ന് ലൈംഗിക ത്വര ഇറോസും, 2 മരണവാസന താനറ്റോസും. 22. ഓരോ വികാസഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരെന്ത്? ചോദിക്കും. ലൈംഗിക ഉത്തേജന മേഖലകൾ, ഇറോജനസ് സോൺ എന്നാണ് വിളിക്കുന്നത്. ഓരോ വികാസഘട്ടത്തിലും നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ വികാസഘട്ടങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വികാസഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. അതിൻ്റെയൊക്കെ പേരിട്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഓരോ വികാസഘട്ടത്തിന് ഓരോ പേര് കൊടുത്തത്. അപ്പോൾ ആ മേഖലകളെ വിളിക്കുന്ന പേരാണ് ലൈംഗിക ഉത്തേജന മേഖലകൾ അല്ലെങ്കിൽ എറോജനസ് സോൺ. 23. പിതൃകാമന മാതൃകാമന. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പിതൃകാമന ഇലക്ട്രാ കോംപ്ലക്സും മാതൃകാമന ഈഡിപ്പസ് കോംപ്ലക്സും ആണ്. ഇലക്ട്രാ കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും. ദെൻ ഇത് രണ്ടും വരുന്ന ഏത് ഘട്ടത്തിലാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ലിംഗഘട്ടത്തിലാണ് ഇലക്ട്രാ കോംപ്ലക്സും അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സും വരുന്നത്. ഇനി 24ാമത്തെ ചോദ്യം, ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതിപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് ജീവിത പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകൾ. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നി, പക്ഷേ വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഇണങ്ങി ചേരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിന് വിളിക്കുന്ന പേരെന്താണ്? അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ്, സമായോജനം എന്നാണ്. ഈ നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ സാധനം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സമായോജനവുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കവിടെ ഫ്രണ്ട് പോർഷനിൽ ഫസ്റ്റായിട്ട് ഇത് എഴുതാം. അപ്പം നല്ലൊരു ഇംപ്രഷൻ കിട്ടും. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതിപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് ജീവിത പ്രശ്നങ്ങളെ പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളെയാണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ. 25. ഒരു വ്യക്തിക്ക് അയാളുടെ പരിസരവുമായി ഉണ്ടാകുന്ന ഇണക്കക്കുറവ്, അങ്ങനെ സമായോജനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്. അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തിക്ക് അയാളുടെ പരിസരവുമായിട്ടുണ്ടാകുന്ന ഇണക്കക്കുറവ്, ആ പരിസരവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ അപസമായോജനം.
26. തിയറി ഓഫ് റിപ്രഷൻ അവതരിപ്പിച്ചത് ആരാണ്? തിയറി ഓഫ് റിപ്രഷൻ പശ്ചാത്ഗമന സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. തിയറി ഓഫ് റിപ്രഷൻ അത് അവതരിപ്പിച്ചതും ഫ്രോയിഡാണ്. തിയറി ഓഫ് റിപ്രഷൻ അവതരിപ്പിച്ചതും ഫ്രോയിഡാണ്. തിയറി ഓഫ് റിപ്രഷൻ്റെ വേറെ ഒന്നുമല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പഴയ കാല സമായോജന തന്ത്രങ്ങളിലോട്ട്, നമ്മൾ കുട്ടിക്കാലത്ത് എന്താണോ ചെയ്തിരുന്നത് അതിലോട്ട് തിരിച്ചു പോകുന്ന, മുതിർന്നു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോകും. ഇപ്പോൾ ഒരു കുട്ടി മാതാപിതാക്കളുടെ കുട്ടി മീൻസ് വലിയൊരു കുട്ടി, ഒരു 20-25 വയസ്സൊക്കെ ഉള്ള ഒരാൾ പിന്നെ മാതാപിതാക്കളുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുക, അല്ലെങ്കിൽ വാശി പിടിക്കുക, വഴക്കുണ്ടാക്കുക, ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ റിപ്രഷൻ എന്ന് വിളിക്കുക. ഫ്രോയിഡാണ് ആ തിയറി കൊണ്ടുവന്നത്. 27ാമത്തെ ചോദ്യം, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്നത്, ഇതിൻ്റെ പേരാണ് അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. അനുപൂരണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരത്തില്ല, പക്ഷേ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും. കാരണം കോമ്പൻസേറ്റ് ചെയ്യുക, ഒരു പ്രശ്നത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് ശക്തി, അതിൽ നല്ല കോമ്പൻസേറ്റ് ചെയ്ത് അതിലൊന്നും നല്ലോണം ഉയർന്നു നിൽക്കുക, ഇതിനാണ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. ആ സമായോജന ക്രിയാതന്ത്രങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും ചോദ്യം ചോദിക്കും, 1 വേർഡ് ചോദിക്കും, സമായോജന ക്രിയാതന്ത്രങ്ങൾ എസ്സേ ചോദിക്കും. നമുക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഇതാണ്. കുറച്ച് 1-2 വരി ഒന്ന് കാണാതെ പഠിക്കണം, പിന്നെ ഉദാഹരണങ്ങൾ ഓർത്തും വയ്ക്കണം, അത്രയേ ഉള്ളൂ. ഇനി 28, മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവനം ചെയ്യുന്നത് എന്തിനുദാഹരണമാണ്? മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവനം ചെയ്ത് മക്കളില്ലാത്തൊരവസ്ഥയെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഉദാത്തീകരണം. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഉദാഹരണം തന്നെയാണ്. 29ാമത്തെ ചോദ്യം, വേദനാജനകമായ അനുഭവങ്ങളും സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ. നമുക്കൊരു വേദനാജനകമായ അനുഭവം ഉണ്ടായി, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഓർത്തിരിക്കാതെ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കും. ഇതിന് വിളിക്കുന്ന പേരെന്താണ്? അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതൊന്നും എനിക്ക് കൊണ്ട് പറ്റുന്നതല്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മനസ്സിലതിങ്ങനെ ഒതുക്കി വയ്ക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ദമനവും നമ്മുടെ അനുപൂരണവും അത് ഉദാത്തീകരണവും പശ്ചാത്ഗമനം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കണേ. 30ാമത്തെ ചോദ്യം, WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളുടെ എണ്ണം. ജീവിത നൈപുണികൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആ 10 പേര് എഴുതാൻ, നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, 10 പേര് എഴുതാനും ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചിങ്ങനെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. 1, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണേ. മനോരോഗബാധിതരുടെ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഗവേഷണ ഉപാധി ഏത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ക്ലിനിക്കൽ മെത്തേഡ്. 1ാമത്തെ യൂണിറ്റിലാണത്. 2, പക്വ വ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? മെച്ചോർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? ആൽപോർട്ട്. അതും ടെക്സ്റ്റിലുള്ളതാണ് 3ാമത്തെ യൂണിറ്റിൽ. പിന്നെ 3, ഭ്രൂണഘട്ടം വരുന്നത് ഏത് പീരീഡിലാണ്? അത് 1ാമത്തെ യൂണിറ്റിൽ തന്നെ ഉള്ളതാണ്. 2ാമത്തെ യൂണിറ്റിൽ തന്നെ ഉള്ളതാണ്. 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെയാണ് ഭ്രൂണഘട്ടം ഉള്ളത്. 4ാമത്തത്, ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഘട്ടം ഏതാണ്? അത് നമ്മുടെ സൈക്കോ അനാലിസിസ് തിയറി വരുന്നതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഘുതഘട്ടത്തിലാണ്, ഏനൽ പീരീഡിലാണ് ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. 5ാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങൾ വിശദീകരിച്ചത് ആരാണ്? വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഘടകങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ബുക്കിൽ വിശദീകരിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഓക്കെ, അത് 2ാമത്തെ യൂണിറ്റിലാണ്. അതിൽ 6, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, തിയറി ഓഫ് ഡൈനാമിക്സ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മൾ 3 തിയറീസ് ഉണ്ട് ഫ്രോയിഡിൻ്റെ. അത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 3ാമത്തെ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത അവതരിപ്പിച്ചത് ആരാണ്? ഫ്രോയിഡാണ്. ഇനി 7ാമത്തെ ചോദ്യം, സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാനം നിരീക്ഷണവും അനുകരണമാണ്. അപ്പോൾ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്? തിയറി ഓഫ് സോഷ്യൽ ലേണിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ വേറെ 2 പേരുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു, നിരീക്ഷണ പഠന സിദ്ധാന്തമെന്നും അനുകരണ പഠന സിദ്ധാന്തമെന്നും അതിൻ്റെ പേരുകളൊന്ന് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടും നമുക്ക് ആൽബർട്ട് ബന്ദൂരയാണ്. ഇനി 8ാമത്തെ ചോദ്യം, പക്വമായ വ്യക്തിത്വമുള്ളവൻ ഒരു സമ്പൂർണ്ണ ജീവിതം നയിക്കുന്നതിനും അവൻ്റെ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും വികസിപ്പിക്കുന്നതിനും പ്രാപ്തനായിരിക്കും എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഏകാത്മക ജീവിത ദർശനം എന്നതിനെ പറ്റിയിട്ടാണ്
അതും രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു ഭാഗത്ത് വരുന്നതാണ്. 9ാമത്തെ ചോദ്യം, മാസ്ലോവിൻ്റെ അഭിപ്രായ പ്രകാരം മനുഷ്യൻ്റെ കഴിവിനനുസരിച്ച് ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന തലത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ആത്മസാക്ഷാത്കാരം. നമ്മൾ ഇബ്രാഹിം മാസ്ലോവിൻ്റെ തിയറി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഏറ്റവും മുകളിൽ വരുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. പിന്നെ അത് അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ട് മാസ്ലോവിൻ്റെ ഈ തിയറി ഓഫ് നീഡ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സിൽ രണ്ടാമത് കൂട്ടിച്ചേർത്ത 2 വസ്തുതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഒന്ന് വൈജ്ഞാനിക ആവശ്യവും പിന്നെ സൗന്ദര്യാത്മക ആവശ്യമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ്. 10 ഇറവേഴ്സിബിലിറ്റി, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുക എന്ന പ്രത്യേകത പിയാഷെയുടെ ഏത് വൈജ്ഞാനിക ഘട്ടത്തിലാണ് വരുന്നത്? അത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് വരുന്നത്. പിന്നെ അതും നമ്മുടെ 2ാമത്തെ യൂണിറ്റിൽ ആ ഭാഗം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്തെങ്കിലും നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ബാക്കി ക്ലാസ്സുകളെടുക്കാം. അതുപോലെ ഫിലോസഫിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇതുപോലെ നോട്ട്സിൻ്റെ ഡിസ്കഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഹാപ്പി ലേണിംഗ്.